എന്തായാലും സമ്മതിക്കണം. ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ ഒക്കെ? സാറ് ആരെ കുറിച്ചാ പറയുന്നത്? മമ്മൂട്ടിയെ കുറിച്ച്. ചെറുപ്പക്കാരനാ അല്ലേ സാറേ? ഏയ് ചെറുപ്പമൊന്നുമല്ല, എന്റെയൊക്കെ കൊച്ചുപ്രായത്തിലെ ഇങ്ങനെ നായകന്. എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും. അയ്യോ, കണ്ട ഒരു 28 വയസ്സേ തോന്നുന്നു. ആണോ? അതെന്റെ വ്യായാമത്തിന്റെ ഗുണമാണ്, എക്സസൈസ്. തുടർച്ചയായ 3 വർഷങ്ങൾ, 3 ഹിറ്റുകൾ, എല്ലാം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ. അമൽ നീരദിന്റെ സ്റ്റൈലിഷ് മേക്കിംഗ് ആയിരുന്നു ഭീഷ്മപർവത്തിന്റെ പ്രധാന ആകർഷണം. നീ എനിക്ക് ചെയ്തു തന്ന ഒരു ചെറിയ കാര്യമാണോ? അപ്പൊ ഞാൻ നിന്നെ സ്നേഹിക്കണ്ടേ? അല്ല, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. ഛായാഗ്രാഹകനായിരുന്ന റോബി വർഗീസ് രാജ് മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് കണ്ണൂർ സ്ക്വാഡ്. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ജോർജ് മാർട്ടിൻ എന്ന നായക കഥാപാത്രമായിട്ടാണ് കണ്ണൂർ സ്ക്വാഡിൽ മമ്മൂട്ടി എത്തിയത്. വയസ്സാകുമ്പോഴേ ഈ തടിയും ചുണയൊക്കെ അങ്ങ് മാറും. അതിന് വയസ്സായെങ്കിലല്ലേ? അല്ല, എനിക്ക് അറിയാൻ പാടിട്ട് ചോദിക്കുക, എന്താണ് അച്ഛന്റെ ഉദ്ദേശം? തിയേറ്ററുകളിൽ മികച്ച പ്രതികരണവുമായി മുന്നേറുന്ന ഭ്രമയുഗം 50 കോടി ക്ലബിലെത്തിയതോടെ സൂപ്പർ താരം മമ്മൂട്ടിയെ തേടി പുതിയൊരു കളക്ഷൻ റെക്കോർഡ് കൂടിയാണ് എത്തിയത്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? നാട്ടിലിപ്പോ ഇതേ ഉള്ളൂ സംസാരം. ഇപ്പൊ മനസ്സിലായോ ഞാൻ ഒരടി പുറകോട്ട് വെച്ചത് 3 അടി മുന്നോട്ട് ചാടാനായിരുന്നു? അഭിമാനം തോന്നുന്നു. 2022 ഭീഷ്മപർവവും 2023 കണ്ണൂർ സ്ക്വാഡുമാണ് ആഗോളതലത്തിൽ 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തത്. ഇതുപോലെ ഓരോ തന്തമാരുണ്ടായാ മതി, മക്കളുടെ മനസ്സമാധാനം കംപ്ലീറ്റ് പോകും. അവിടെ എന്നെ ഇനി മുറിന്ന് പുറത്തിറങ്ങരുത്. തുടർച്ചയായ 3 വർഷങ്ങളിലും 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന മലയാളത്തിലെ ആദ്യ താരമായാണ് മമ്മൂട്ടി മാറിയത്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ? അതെ, പുതിയ തലമുറ. പോട്ടട സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇനി വന്നുണ്ട്.